ഇന്ത്യയിലെ പ്രൈവറ്റ് സ്കൂളുകൾ നിയമപരമായി ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കേണ്ടവയായിരിക്കെ എങ്ങനെയാണ് വർഷം തോറും വലിയ ലാഭം നേടുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിയമമനുസരിച്ച് ഇന്ത്യയിലെ എല്ലാ പ്രൈവറ്റ് സ്കൂളുകളും ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളായിരിക്കണം. ഇതിനർത്ഥം ഫീസായി പിരിച്ചെടുക്കുന്ന പണം സ്കൂളിന്റെ വികസനത്തിനു വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ്. അതായത്, മികച്ച അധ്യാപകർ, മികച്ച സൗകര്യങ്ങൾ, വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം എന്നിവയ്ക്കായി മാത്രം. എന്നാൽ യാഥാർത്ഥ്യത്തിൽ പല സ്കൂളുകളും വിദ്യാഭ്യാസത്തെ രാജ്യത്തെ ഏറ്റവും ലാഭകരമായ ബിസിനസ്സുകളിലൊന്നാക്കി മാറ്റിയിരിക്കുന്നു. ലാഭമെടുക്കുന്ന രീതി. ഹൗ പ്രോഫിറ്റ്സ് ആർ സൈഫൺഡ് ഓഫ്. ഇതൊരു തട്ടിപ്പാണ്. സ്കൂൾ മാനേജ്മെന്റ് ഉടമയുടെയോ അവരുടെ ബന്ധുക്കളുടെയോ പേരിൽ മറ്റൊരു സ്വകാര്യ കമ്പനി സ്ഥാപിക്കുന്നു. ഈ കമ്പനി പിന്നീട് സ്കൂളുമായി ബിസിനസ് ചെയ്യുന്നു. ഫർണിച്ചറുകൾ, കമ്പ്യൂട്ടറുകൾ, യൂണിഫോമുകൾ, സോഫ്റ്റ്വെയറുകൾ എന്നിവയെല്ലാം വിൽക്കുന്നു. എന്നാൽ ഇതെല്ലാം വില വർദ്ധിപ്പിച്ച്, അതായത് ഇൻഫ്ലേറ്റഡ് പ്രൈസസ് ആയിരിക്കും വിൽക്കുക. അതുകൊണ്ട് സ്കൂൾ യഥാർത്ഥ വിലയേക്കാൾ കൂടുതൽ പണം നൽകുകയും ആ അധിക പണം ഉടമയുടെ കമ്പനി വഴി അവരുടെ സ്വകാര്യ അക്കൗണ്ടിലേക്ക് നിശബ്ദമായി മാറ്റപ്പെടുകയും ചെയ്യുന്നു. രേഖകളിൽ സ്കൂൾ അതിന്റെ വികസനത്തിനായി പണം ചെലവഴിക്കുന്നതായി തോന്നും. എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഇത് ലാഭം വകമാറ്റി മാറ്റുന്നതിനുള്ള ഒരു തികഞ്ഞ സംവിധാനമാണ്. ഭൂമിയും കെട്ടിടങ്ങളും. ഭൂമിയുടെയും കെട്ടിടങ്ങളുടെയും കാര്യത്തിലും ഇതേ തന്ത്രമാണ് ഉപയോഗിക്കുന്നത്. സ്കൂൾ പ്രവർത്തിക്കുന്ന ഭൂമി സാധാരണയായി അതേ ആളുകളുടെ സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതാണ്. ആ ഭൂമി ഉപയോഗിക്കുന്നതിന് സ്കൂളിനെക്കൊണ്ട് അവർ വളരെ ഉയർന്ന വാടക കൊടുപ്പിക്കും. ഈ വാടക തുക വർഷം തോറും വർദ്ധിക്കുകയും ചെയ്യും. വീണ്ടും സ്കൂൾ ഫണ്ടുകൾ വ്യക്തിഗത വരുമാനമായി മാറുന്നു. CSR ഫണ്ടിലെ തട്ടിപ്പ്. CSR ഫണ്ടുകളുമായി ബന്ധപ്പെട്ട മറ്റൊരു ഞെട്ടിക്കുന്ന തട്ടിപ്പ് CSR, അതായത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടുകളുമായി ബന്ധപ്പെട്ടതാണ്. അതായത് വലിയ കമ്പനികൾ സാമൂഹിക ക്ഷേമത്തിനായി നിയമപരമായി നൽകേണ്ട സംഭാവനകൾ. സ്കൂളുകൾ ഈ കമ്പനികളെ സമീപിച്ച് അവരുടെ CSR സംഭാവനകൾ സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. എന്നാൽ പണം ലഭിച്ചതിനു ശേഷം അവർ അതിൽ 80 മുതൽ 90% വരെ അനൗദ്യോഗിക ചാനലുകൾ വഴി രഹസ്യമായി കമ്പനിക്ക് തിരിച്ചു നൽകുന്നു. സ്കൂൾ ചെറിയ കമ്മീഷൻ, അതായത് 10 മുതൽ 20% വരെ ലാഭമായി വയ്ക്കും. രേഖകളിൽ എല്ലാം വൃത്തിയായി കാണപ്പെടും. എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഇത് കൃത്യമായി ആസൂത്രണം ചെയ്ത പണം വെളുപ്പിക്കൽ ചക്രമാണ്. മാതാപിതാക്കളെ ചൂഷണം ചെയ്യുന്ന രീതി. ഈ സംവിധാനത്തിൽ മാതാപിതാക്കൾ എങ്ങനെയാണ് കുടുങ്ങുന്നതെന്ന് നോക്കാം. പുസ്തകങ്ങൾ, യൂണിഫോമുകൾ, സ്റ്റേഷനറി എന്നിവ അവരുടെ തെരഞ്ഞെടുത്ത വെണ്ടർമാരിൽ നിന്നോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് തന്നെയോ വാങ്ങാൻ മാതാപിതാക്കളെ നിർബന്ധിക്കുന്നു. പുറത്തുനിന്ന് ഇതേ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയാലും വാങ്ങാൻ അനുവാദമുണ്ടായിരിക്കില്ല. നിങ്ങൾ തുടർന്നും പണം ചെലവഴിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സ്കൂളുകൾ വർഷം തോറും യൂണിഫോമിന്റെ ഡിസൈനോ നിറമോ മാറ്റിക്കൊണ്ടിരിക്കും. ഒരു ചെറിയ മാറ്റം, എന്നാൽ മാതാപിതാക്കൾ ഒരു പുതിയ സെറ്റ് മുഴുവനായും വാങ്ങാൻ നിർബന്ധിതരാകുന്നു. അതിനുശേഷം അവസാനിക്കാത്ത ഫീസുകൾ വരുന്നു. സ്കൂളുകൾ എല്ലാ വർഷവും ഫീസ് വർദ്ധിപ്പിക്കുകയും കമ്പ്യൂട്ടർ ഫീസ്, ഡെവലപ്മെന്റ് ഫീസ്, വാർഷിക ഫീസ്, സ്മാർട്ട് ക്ലാസ് റൂം ഫീസ് എന്നിങ്ങനെ നിരവധി അധിക ചാർജുകൾ ചേർക്കുന്നു. ഈ പട്ടിക നീണ്ടുപോകുന്നു. തങ്ങൾക്ക് നഷ്ടമാണുണ്ടാക്കുന്നതെന്ന് അവർ അവകാശപ്പെട്ടാലും ഈ സ്കൂളുകളിൽ പലതിനും അവരുടെ ട്രസ്റ്റുകളുടെ പേരിൽ വലിയ ബാങ്ക് ബാലൻസുകളും ഫിക്സഡ് ഡെപ്പോസിറ്റുകളുമുണ്ട്. മാതാപിതാക്കൾ കൃത്യസമയത്ത് ഫീസ് അടയ്ക്കാതിരിക്കുമ്പോൾ കഷ്ടപ്പെടുന്നത് പലപ്പോഴും കുട്ടികളാണ്. വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ വെച്ച് അവഹേളിക്കുകയോ പുറത്തു നിർത്തുകയോ അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ അനുവദിക്കാതിരിക്കുകയോ ചെയ്യുന്നു. തെറ്റൊന്നും ചെയ്യാത്ത ഒരു കുട്ടിക്ക് നൽകുന്ന മാനസിക സമ്മർദ്ദമൊന്ന് ആലോചിച്ചു നോക്കുക. അധ്യാപകരുടെ ദുരിതം. ചൂഷണം അവിടെയും അവസാനിക്കുന്നില്ല. അധ്യാപകർ ഈ സിസ്റ്റത്തിന്റെ ഇതിലും ഇരുണ്ട വശം നേരിടുന്നു. നിയമപ്രകാരം പ്രൈവറ്റ് സ്കൂൾ അധ്യാപകർക്ക് സർക്കാർ അധ്യാപകരുടെ അതേ ശമ്പളം ലഭിക്കണം. എന്നാൽ മിക്ക സ്കൂളുകളും ആ നിയമം പാലിക്കുന്നില്ല. അവർ പൂർണ്ണ ശമ്പളം രേഖകളിൽ കാണിക്കുകയും അത് അധ്യാപകന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും അതിനുശേഷം അതിൽ നിന്ന് ഒരു ഭാഗം തിരിച്ചെടുക്കുകയും ചെയ്യുന്നു. പല അധ്യാപകരെയും നിയമിക്കുമ്പോൾ തന്നെ ഒപ്പിട്ട ചെക്കുകളോ അല്ലെങ്കിൽ പിൻ നമ്പറോട് കൂടിയ ATM കാർഡുകളോ കൈമാറാൻ നിർബന്ധിക്കാറുണ്ട്. സ്കൂൾ പിന്നീട് അധിക പണം പിൻവലിക്കുന്നു. അധ്യാപകർക്ക് കുറഞ്ഞ ശമ്പളം ലഭിച്ച് നിസ്സഹായരാകുകയും ചെയ്യുന്നു. ഇത് കാരണം പല അധ്യാപകരും സ്കൂൾ സമയത്തിനു ശേഷം സ്വകാര്യ ട്യൂഷനുകൾ എടുക്കാൻ തുടങ്ങുന്നു. ചിലപ്പോൾ വിദ്യാർത്ഥികളെ ആ ട്യൂഷൻ ക്ലാസുകളിൽ ചേരാൻ പരോക്ഷമായി നിർബന്ധിക്കുകയും ചെയ്യാം. അവർ ചേരുന്നില്ലെങ്കിൽ സ്കൂളിൽ അവർക്ക് ശ്രദ്ധ കുറയുന്നു.
ഇത് മാതാപിതാക്കൾ കൂടുതൽ പണം നൽകുകയും അധ്യാപകർക്ക് കുറവ് ശമ്പളം ലഭിക്കുകയും സ്കൂൾ പണമുണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന ഒരു ദുഷിച്ച ചക്രം സൃഷ്ടിക്കുന്നു. വിദ്യാഭ്യാസം ഒരു സ്റ്റേറ്റസ് സിംബൽ. പ്രൈവറ്റ് സ്കൂളുകൾ വികാരങ്ങളെയും സാമൂഹിക സമ്മർദ്ദത്തെയും മുതലെടുക്കുന്നു. പല കുടുംബങ്ങൾക്കും കുട്ടിയെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ അയക്കുന്നത് വെറും വിദ്യാഭ്യാസം മാത്രമല്ല, അതൊരു സ്റ്റാറ്റസ് സിംബലാണ്. തങ്ങളുടെ കുട്ടി ഒരു പ്രശസ്തമായ സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് അഭിമാനം നൽകുന്നു. അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നാലും ശരി. സ്കൂളുകൾ ഈ മനോഭാവം മുതലെടുത്ത് വിദ്യാഭ്യാസത്തെ ഒരു ആഡംബര ബ്രാൻഡാക്കി മാറ്റുന്നു. ഇത് സംഭവിക്കുമ്പോൾ ഗവൺമെന്റ് സ്കൂളുകൾ അവഗണിക്കപ്പെടുകയും ധനികരും ദരിദ്രരും തമ്മിലുള്ള അകലം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ലംഘനം. ഇനി നമുക്ക് വിദ്യാഭ്യാസ അവകാശ നിയമത്തെക്കുറിച്ച് സംസാരിക്കാം. നിയമം അനുസരിച്ച് പ്രൈവറ്റ് സ്കൂളുകൾ 8ാം ക്ലാസ് വരെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്കായി അവരുടെ 25% സീറ്റുകൾ മാറ്റിവെക്കണം. എന്നാൽ പല സ്കൂളുകളും ഒന്നുകിൽ ഈ നിയമം പാലിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അതിൽ കൃത്രിമം കാണിക്കുകയോ ചെയ്യുന്നു. ചിലർ സംഭാവനകൾക്ക് പകരമായി ധനിക മാതാപിതാക്കളിൽ നിന്ന് വ്യാജ ഇൻകം സർട്ടിഫിക്കറ്റുകൾ സ്വീകരിക്കുന്നു. മറ്റു ചിലർ പാവപ്പെട്ട വിദ്യാർത്ഥികളെ 8ാം ക്ലാസ് വരെ മാത്രം പ്രവേശിപ്പിക്കുകയും അതിനുശേഷം അവർക്ക് മുഴുവൻ ഫീസും അടയ്ക്കാൻ കഴിയാതിരിക്കുമ്പോൾ പുറത്താക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നു. ഇത് നിയമത്തിന്റെ നേരിട്ടുള്ള ലംഘനമാണ്. എന്നാൽ പല സ്ഥാപനങ്ങളിലും ഇത് നിശബ്ദമായി നടക്കുന്നുണ്ട്. അപ്പോൾ മാതാപിതാക്കൾക്ക് എന്തു ചെയ്യാം? മറ്റുള്ളവർ മറക്കുന്ന പ്രധാന ഒരു അവകാശ നിയമമുണ്ട്. അത് വിവരാവകാശ നിയമമാണ്. സ്കൂളിന്റെ ട്രസ്റ്റ്, അതിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി, അധികാരികൾക്ക് സമർപ്പിച്ച സാമ്പത്തിക രേഖകളെക്കുറിച്ച് വിശദമായി അറിയാൻ മാതാപിതാക്കൾക്ക് RTI ഫയൽ ചെയ്യാം. ട്രസ്റ്റികൾ ഒരേ കുടുംബത്തിൽ നിന്നുള്ളവരാണോ എന്നും സ്കൂൾ ശരിക്കും അതിന്റെ ഫണ്ട് വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനോ ലാഭമുണ്ടാക്കുന്നതിനുമാണോ ഉപയോഗിക്കുന്നതെന്നും നിങ്ങൾക്ക് പരിശോധിക്കാം. കൂടുതൽ മാതാപിതാക്കൾ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയാൽ നിയമം പാലിക്കുകയല്ലാതെ സ്കൂളുകൾക്ക് വേറെ വഴിയില്ല. കാരണം വിദ്യാഭ്യാസം ഒരിക്കലും ബിസിനസ് ആകാൻ പാടില്ല. പ്രൈവറ്റ് സ്കൂളുകൾ രാജ്യത്തിന്റെ ഭാവി കെട്ടിപ്പടിക്കേണ്ടവയായിരുന്നു. എന്നാൽ അവയിൽ പലതും സ്വപ്നങ്ങൾ വിൽക്കുകയും നിശബ്ദത വാങ്ങുകയും ചെയ്യുന്ന ബിസിനസ്സുകളായി മാറിയിരിക്കുന്നു. മാതാപിതാക്കളും അധ്യാപകരും പൗരന്മാരും ഉത്തരവാദിത്തം ആവശ്യപ്പെടാൻ തുടങ്ങിയാൽ മാത്രമേ ഈ സിസ്റ്റം പണവും മനസ്സും ചൂഷണം ചെയ്യുന്നത് തുടരാതാവുകയുള്ളൂ.